എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ പലതും പല ആൾക്കും ഭാഗികമായിട്ട് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ എന്നാണ് അഭിപ്രായം. അപ്പോൾ മുഴുവനായിട്ട് വളരെ ഷോർട്ടായിട്ട് പറയുന്നതിനെ കൊണ്ട് മനസ്സിലാക്കാൻ കുറച്ച് പണിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഭക്തന്മാരായിട്ടുള്ള ആൾക്ക് എല്ലാം മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാൻ പോവുകയാണ്. ഒരു ചെറിയൊരു നമ്മൾ രാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം വളരെ ചുരുക്കിയിട്ട് പറയുകയാണ്. അഹല്യാമോക്ഷത്തിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അഹല്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഗൗതമ മഹർഷിൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള ഒരു സ്ത്രീ ആണ് എന്നുള്ളതാണ് അഹല്യ നമ്മൾ പഠിച്ചു വെച്ചത്. പക്ഷെ ശരിക്കും അഹല്യ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ തലച്ചോറിലുള്ള ഈ രാഗങ്ങളെ, അഷ്ടരാഗങ്ങളെ, അസുരവാസനകളെ ഇല്ലാതാക്കാത്ത, അതായത് വൃത്തിയാക്കാത്ത ഒരു മനസ്സോടുകൂടിയ ഒരു വ്യക്തി. അതേ സമയത്ത് അയാൾ പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. പഞ്ചേന്ദ്രിയങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് അതിൻ്റെ പിന്നാലെ എല്ലാവരും പോകും. അതാണ് സംഗതി. അത് അപ്പോൾ നമ്മളും അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ്. കാരണം കണ്ണ് നല്ലൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് വേണമെന്ന് പറയും, ചെവിയിൽ എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അത് വേണമെന്ന് പറയും, പിന്നെ ഈ നല്ല സ്മെല്ല്, വാസനകൾ കേട്ട് കഴിഞ്ഞാൽ അത് വേണമെന്ന് പറയും. അപ്പോൾ സ്പർശനം, ചെവി, അങ്ങനെ രുചിക്കനുസരിച്ചെല്ലാം ജീവിക്കുന്ന ഒരാളാണ് സാധാരണ നരൻ. പക്ഷെ അതുപോലെ തന്നെ അഹല്യൻ്റെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയി, അതായത് ഇന്ദ്രിയത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളെയാണ് നമ്മൾ അഹല്യ എന്ന് പറയുന്നത്. അതായത് സംസ്കരിക്കപ്പെടാത്ത മനസ്സോടുകൂടിയ ഒരു വ്യക്തി. അതൊരു സ്ത്രീയൊന്നല്ല, കഥയിൽ സ്ത്രീയാണെങ്കിലും അതൊരു സ്ത്രീയൊന്നല്ല, അത് നരവംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ മാതൃകയായിട്ടാണ് ഈ അഹല്യ ഉള്ളത്. നമ്മളെപ്പോലെയുള്ള നരജന്മത്തിൽപ്പെട്ട തീരെ മനഃശുദ്ധിയില്ലാത്ത, ചിത്തശുദ്ധിയില്ലാത്ത, രാഗദ്വേഷങ്ങൾ മുഴുവൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളെക്കുറിച്ച്, ആളുകളുടെ ഒരു പ്രതീകമാണ് അഹല്യ. അതൊരു സ്ത്രീയാണെന്ന് കഥയിലുണ്ടെങ്കിലും അത് സ്ത്രീയല്ല, നമ്മളെപ്പോലെയുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അതിൽ കഥ നിങ്ങൾക്ക് അറിയുന്നതിനെ കൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഒരു ചെറിയൊരു സൂചന തരാം. ദേവേന്ദ്രൻ്റെ പിന്നാലെ പോകുന്ന ദേവേന്ദ്രനാണ്, അത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് ശരിക്കും പറയണ്ടേ. ഇപ്പോൾ ദേവേന്ദ്രൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൗതമ മഹർഷി ഈ രാവിലെ കുളിക്കാൻ പോയ സമയത്ത് പിന്നെ ഈ ദേവേന്ദ്രൻ വന്നിട്ട് കോഴി പോകുന്ന ശബ്ദം ഉണ്ടാക്കുകയും, അപ്പോൾ പിന്നെ ആ ശബ്ദം ഉണ്ടാക്കിയ സമയത്ത് ഗൗതമ മഹർഷി പോയി. ആ സമയത്ത് ദേവേന്ദ്രൻ ഈ ഗൗതമ മഹർഷീൻ്റെ വേഷത്തിൽ അവിടെ വരുന്നിട്ട് ഈ അഹല്യയോട് സംസാരിക്കുകയും അഹല്യയെ പ്രണയിക്കുകയൊക്കെ ചെയ്ത ഒരു കഥയുണ്ട്. അത് ശരിക്കും ഉള്ള കഥയല്ല. കഥ ഇതാണ്: പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് പറ്റുന്ന അബദ്ധം. കാരണം സ്വയം നശിച്ചു പോകും. അതുകൊണ്ടാണ് ഗൗതമ മഹർഷി വന്നിട്ട് പറഞ്ഞ്, നീ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട്, അതായത് പിന്നെ 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, നമ്മളെ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ഇതിലായവ, അതിൻ്റെ പിന്നാലെ പോവാതെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ശ്രീരാമനെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നീ മുക്തയാകൂ എന്നുള്ള അർത്ഥത്തിൽ നിന്ന് പറഞ്ഞത്. അല്ലാണ്ട് ശിലയായിട്ട് കല്ലായിട്ട് നിന്നതല്ല കഥ. അല്ല, കല്ലായിട്ട് നിന്ന കഥയല്ല സത്യം. നമ്മളും അതുപോലെ തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകാതെ ഒരു സ്ഥലത്തിരുന്ന് നാമം ജപിക്കുക. അതായത് നമ്മൾ ഉള്ളിലുള്ള ശക്തിയെ തന്നെ നമ്മൾ ജപിക്കുന്ന സമയത്ത് നമ്മളെ ബോധമനസ്സ് സുപ്രീം പവറായിട്ടുള്ള ഈ രാമനിലേക്ക് എത്തിച്ചേരും. അതായത് അവിടെ ഈ യോഗം നടക്കുകയാണ്. സുപ്രീം പവറും നമ്മളെ ദേഹത്തുള്ള പവറും തമ്മിൽ കൂടിച്ചേരും. അങ്ങനെയാണ് ഈ ശ്രീരാമൻ വരിക. അല്ലാതെ ശ്രീരാമൻ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഈ അഹല്യനെ സ്പർശിച്ചിട്ടല്ല ആകുന്നത്. നമ്മളാണ് അഹല്യ ആവേണ്ടത്. നമ്മൾ അഹല്യാണ് നമ്മൾ.
നമ്മൾ പ്രാർത്ഥിക്കുക, ഈ രാമനാമം ചെയ്യുക, പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ പിൻവലിച്ചുകൊണ്ട് പ്രത്യാഹാരത്തിലേക്ക് ചെല്ലുകയും ആത്മനിർവൃതി നേടുകയും നിർവ്വാണം നേടുകയൊക്കെ ചെയ്യുന്ന ഒരു ശാസ്ത്ര തത്വമാണ് അത്. അല്ലാതെ കഥകൾ, രാമായണത്തിൻ്റെ കഥ പറയുമ്പോൾ പലരും ഈ ഇന്ദ്രൻ്റെ പിന്നാലെ പോയിരുന്നതാണ്. അത് ശരിയല്ല. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയും, കഥക്ക് അങ്ങനെ പറയും. പക്ഷേ ഇതാണ് അതിൻ്റെ സത്യം. ഇനി അടുത്ത വിഷയമായിട്ട് വേറൊരു ദിവസം വരാം. അതുകൊണ്ട് നമ്മളെ ചാനൽ വേറൊരാൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ എല്ലാവരും എത്തുള്ളൂ. ഈ സത്യം പറഞ്ഞു കൊടുക്കുകയും വേണം. എന്നിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.